മുട്ടയുടെ വെള്ളയും വറ്റൽമുളകും കൂടെ മിക്സഡ് ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഈ ഒരു ഐറ്റം ഒന്ന് റെഡിയാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടാവും. ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ 2 മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. 2 മുട്ട തോലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കുഞ്ചി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. മഞ്ഞ നമുക്ക് ആവശ്യമില്ല, മുട്ടയുടെ വെള്ള മാത്രമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ 2 മുട്ടയുടെ വെള്ളയും ഇതാ ഞാൻ എടുത്തിട്ട് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. വറ്റൽമുളക് എരിവിന് നമ്മളെ കയ്യിലുള്ള വറ്റൽമുളക് ചിലത് നല്ല എരിവുണ്ടാവും. അപ്പോൾ എരിവ് നോക്കിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് മതി ഈ ഒരു അളവിലേക്ക് നല്ല എരിവുള്ള മുളക് കാണുമ്പോൾ. ഇനിയിപ്പോൾ 2 ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 കുരു അങ്ങോട്ട് ഒഴിവാക്കിയാൽ കളറുണ്ടാവും, എന്നാൽ എരിവ് കൂടില്ല. അപ്പം ഞാനിവിടെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. 2 വറ്റൽമുളക് എടുത്തിട്ട് അതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് ആ ഒരു ബാക്കിയുള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ ഒരു പാകത്തിനുള്ള എരിവുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ടാണ് കേട്ടോ. വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1/4 കപ്പിൻ്റെ പകുതി പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജാർ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ മയോണൈസ് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഞാനിതാ ഇതിൽ ഇനി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ആ ചപ്പാത്തിയിൽ ഈ ഒരു മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസും കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴുകിയെടുത്തിട്ടുള്ള കുറച്ചൊന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ലെറ്റ്യൂസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പൊരിച്ച ചിക്കന് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഇതുപോലൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്